ഇന്ന് നമുക്ക് ഒരു പുതിയ അതിഥിയെ കിട്ടിയിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം. പേര് കസ്തൂരി. മുൻ എം.എൽ.എ, യശശരീരനായ അനിരുദ്ധൻ സഖാവിൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡിൽ ഒരു വലിയ വിവാദമായൊരു വിഷയം. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലോ വെച്ച് തീരേണ്ട ഒരു വിഷയം വലിയ വിവാദമായിരിക്കുകയാണ്. രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അവിടെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തി എന്ന് ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കളൊക്കെ അഭിപ്രായം പറഞ്ഞു. അവർ പറയുന്നത്, ഞങ്ങൾ മതവിശ്വാസത്തിനോ മതസ്വാതന്ത്ര്യത്തിനോ എതിരല്ല, പക്ഷേ മതം മാറ്റത്തിന് ഞങ്ങളെതിരാണ്. ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റുന്നതിനെ ഹിന്ദു ഐക്യവേദി ശക്തമായിട്ട് എതിർക്കുന്നു. വളരെ വ്യക്തമാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ എം പിമാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷ എം പിമാർ, ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ട് ഇപ്പോൾ നിവേദനമൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ വിഷയം, ഇത് മുമ്പുമൊക്കെ പലയിടത്തും പല അറസ്റ്റുകളും നടന്നിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത ഒരു വിവാദം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു പ്രക്ഷോഭവുമില്ല. ആ കേസിൻ്റെ വഴിക്ക് പോകുന്നു, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷേ കേരളത്തിൽ ഇതിപ്പോൾ വലിയ വിഷയമായിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ വിശ്വാസികളെ തെരുവിലിറക്കാൻ പ്രതിപക്ഷ കക്ഷികൾക്ക്, അതായത് UDF-നും കേരളം ഭരിക്കുന്ന LDF-നും സാധിച്ചു എന്നാണോ നമ്മൾ പറയേണ്ടത്? എന്താണ് ഇക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? ആദ്യം ഞാൻ എൻ്റെ ഒരു രീതി പറയാം. ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഹിന്ദു ഐക്യവേദിയുടെ സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് എന്നെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്തിരുന്നത് ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങൾ. ധർമ്മം എന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് വെറുതെ കൊടുത്ത് ഭിക്ഷ കൊടുക്കലല്ല. കൊച്ചുകുട്ടികൾ മുതൽ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ ട്രെയിൻ ചെയ്ത് എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എൻ്റെ അടുത്ത് വന്ന ആരെങ്കിലും പൈസ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇല്ല, അങ്ങനെ തരാനുള്ള പൈസ എൻ്റെ. പക്ഷേ നിങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാം. അല്ലാതെ ഞങ്ങളൊരു സ്ഥാപനം ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പൈസ തരണമെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കും. ഒന്ന്. രണ്ട്, ഞാൻ ഈ ബഹിർഗമനം വളരെ കുറവാണ്. എവല്യൂഷൻ ആൻഡ് ഇൻവല്യൂഷൻ, നമ്മുടെ ഹിന്ദു ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ അന്തർഗമനവും ബഹിർഗമനവും ഉണ്ട്. അതെ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എൻജിനീയറിങ്ങും ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്ങുമാണ്. ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് വർക്കാണ്. അപ്പോൾ അതിൽ പുറമേ കാണാത്ത പല സംഗതികളും നമുക്ക് പുതിയതായി അതിനെ വിഷ്വലൈസ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തിൽ പറയുന്ന അന്തർഗമനം വളരെയധികം എന്നെ ആവശ്യം ആ പഠനം നടക്കുന്ന സമയം മുതൽ സഹായിച്ചിട്ടുണ്ട്. അതൊന്നാണ്. ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇവിടെ വന്നപ്പോൾ ആ സ്ഥലത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIക്ക് നേരെ ഇരുന്നു കൊണ്ട് കാലെടുത്ത് മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നങ്ങോട്ട് പാർട്ടി സെൽ എന്നുള്ള രീതിയിൽ പോലീസിനെ ഭരിക്കാൻ തുടങ്ങി എന്ന് കേട്ടിട്ടുണ്ട്. 57 ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ പൊതുവെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ രീതി. കേസുകൾ എങ്ങനെ എടുക്കണം, എന്ത് FIR ഇടണം, ആ കേസിൻ്റെ ഗതി എങ്ങനെ നിയന്ത്രിക്കണം, ഇത് രാഷ്ട്രീയക്കാരാണ് നിയന്ത്രിക്കുന്നത്. കഷ്ടകാലത്തിന് പോലീസുകാരല്ല. അവർക്ക് നിർദ്ദേശങ്ങൾ വരുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരനും, അതിന് ഇടതുപക്ഷമായാലും അതിന് കോൺഗ്രസിൻ്റെ പക്ഷമായാലും മുസ്ലിം ലീഗായാലും എല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ ഈ പറയുന്ന മസിൽ സ്ട്രെങ്ത് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിചാരം ഛത്തീസ്ഗഡിലും ഇത് ചെയ്തത് മോഡിയോ അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയോ ആണ് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവിടുത്തെ പോലീസ് കേസെടുത്തു. സ്വാഭാവികമായും കേസ് FIR അവരുകൊണ്ട് ലോക്കപ്പ് ഇട്ടില്ല. നമ്മളിവിടെ കേട്ടിട്ടുണ്ട് എത്രയോ ദിവസം ലോക്കപ്പ് ഇട്ടിട്ട് കോടതിയിൽ ഹാജരാക്കുന്നില്ല എന്ന്. അതെ. അപ്പോൾ അങ്ങനെയല്ല ചെയ്തത്, കോടതിയിൽ കൊണ്ടുപോയി. പെട്ടെന്ന് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. റിമാൻഡ് ചെയ്തിട്ട് കോടതി തന്നെ ജാമ്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്തോ കേസുണ്ട്. ഇനി FIR എന്താ, പ്രഥമ ദൃഷ്ടിയ എന്തോ ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ FIR-ൻ്റെ കോപ്പി ഇവിടെ നിന്ന് ഓടിപ്പോയ നമ്മുടെ രാഷ്ട്രീയക്കാരോ
ഈ രാഷ്ട്രീയക്കാരടുത്ത് അവിടെ ചെന്ന് ബൈറ്റ് എടുക്കാൻ പോയ ഏതെങ്കിലും മീഡിയയോ ഈ FIRൻ്റെ കോപ്പി എന്താണെന്ന് പബ്ലിഷ് ചെയ്തോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാനും സെർച്ച് ചെയ്തു. ഈ ആരും FIRൻ്റെ കോപ്പി കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് FIR നമ്പർ വേണം. ഉണ്ടെങ്കിൽ ഛത്തീസ്ഗഡിൻ്റെ പോലീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അറിയാതെ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുക, എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കുക. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുവേ രാഷ്ട്രീയക്കാർ പഠിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നോൺ പ്രൊഡക്റ്റീവ് വർക്ക്, ഇതിലേക്ക് യുവാക്കളുടെ മാക്സിമം സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യിക്കുക. അതിനി കാടൻ്റെ പാട്ട് കേൾക്കാൻ പോയാലും ശരി, നമ്മളിനി റോഡിൽ നടത്തുന്ന അടിപിടിയായാലും ശരി, എന്തു തന്നെയായാലും നോൺ പ്രൊഡക്റ്റീവ് ആയിരിക്കണം നമ്മുടെ വർക്ക്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവരുത്. എന്തെങ്കിലും ആരെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ തടസ്സപ്പെടുത്തുക. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സംസ്കാരം. അവരതിൽ സക്സസ്ഫുള്ളുമാണ്. കാരണം അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ജോലിക്കാരില്ല. ഒരു ജോലിക്കും തൂത്ത് തുളയ്ക്കുന്നതായാലും തുണി കഴുകുന്നതായാലും കുക്ക് ചെയ്യുന്നതായാലും വീട്ടിൻ്റെ പുറത്തുള്ള ഒരു മരം വെട്ടുന്നതായാലും ഞാനോ എൻ്റെ ഭാര്യയോ ചെയ്യുന്നതല്ലാതെ ഞങ്ങൾ വീട്ടിൽ ജോലിക്കാരെ നിർത്തിയിട്ടില്ല. ഇന്ന് എത്ര കുട്ടികൾ നമ്മുടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതേ മലയാളി ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയാൽ അവിടെ ഒരു പബ്ബിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചായക്കടയിൽ മേശ തുടച്ച് പാത്രം കഴുകി അവിടെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അവൻ വീട്ടിൽ വളരെ സുഖിമാനായി വളർന്നവനാണ്. അതെ, ഇതൊന്ന്. രണ്ടാമതൊരു സംഗതി, ഈ വീട്ടുജോലി എന്ന് പറയുന്ന സംസ്കാരം. ഇപ്പം ഈ കുട്ടികളെ 2-3 പേരെ ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയണത്. അത് കുട്ടികളാണോ പ്രായപൂർത്തിയായതോ എന്നുള്ളത് ഒരു സംശയം. ഫേക്കായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ അവർ പറയണ സത്യമായിരിക്കാം. ഈ കുട്ടികളുടെ വീട്ടിൻ്റെ അനുവാദം വാങ്ങുന്നോ ഇല്ലയോ എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം. പക്ഷേ എന്ത് തന്നെയായാലും പെൺകുട്ടികളാണ്. 18 വയസ്സായോ ഇല്ലയോ, ഈ പെൺകുട്ടി ഒരു ദിവസം രാവിലെ അങ്ങ് ഇറങ്ങി തിരിച്ചങ്ങ് പോയി എന്ന് പറയുന്നത് നിയമദൃഷ്ടിയ ഒരു പക്ഷേ ശരിയായിരിക്കും. പക്ഷേ അതിലൊരു നീതിയില്ല, ഒരു ധാർമ്മികത ധാർമ്മികത ഞാൻ അതിൽ കാണുന്നില്ല. വളർത്തിയ അമ്മയും അച്ഛനും അറിയാതെ 18 വയസ്സായി എന്നും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി തീരുമാനിച്ച് ഞാനിതാ ഇറങ്ങിപ്പോകുന്നു എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത്, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എൻ്റെ വിശ്വാസമനുസരിച്ച് എൻ്റെ ജീവനേക്കാളും ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും ആ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ധർമ്മം. അപ്പോൾ ഇതിൽ നിയമവശമൊക്കെ ഒരു സൈഡില്ല. അതൊക്കെ മനുഷ്യൻ എഴുതി ഉണ്ടാക്കിയതാണ് നിയമം. ബ്രിട്ടീഷുകാരെ എഴുതിയ നിയമത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നും പറയുന്ന ജനാധിപത്യവും നമ്മുടെ നിയമവ്യവസ്ഥയും. അതിപ്പോൾ ഭാരതീയ പുതിയ ന്യായ സംഹിതയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കുറേയെല്ലാം റീറൈറ്റിംഗ് ആണ്. അതെ, ആരോ ഉണ്ടാക്കിയത്. ഈ ബ്രിട്ടീഷുകാരനാണ് ഇതിൻ്റെ എല്ലാം അധിപൻ എന്ന് നമ്മൾ ഇപ്പോഴും പറയണത് പഴയ ആ കൊളോണിയൽ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും തുടരുന്നതുകൊണ്ടാണ്. അതെ. 2, ഈ വീട്ടുവേലയ്ക്കാണ് ഒരു പക്ഷേ ഈ കുട്ടികളെ കൊണ്ടുപോയിരിക്കാം. വീട്ടുവേലയ്ക്കാണെങ്കിൽ ആഗ്രയിലെ വീട്ടുവേലയ്ക്ക് ആഗ്രയിൽ കുട്ടികളെ കിട്ടില്ലേ? ആഗ്രയിൽ ജോലിക്കാരെ കിട്ടിയില്ലേ? എന്തിന് മറ്റ് സമൂഹവുമായി ഒരു എക്സ്പോഷർ ഇല്ലാത്ത ഛത്തീസ്ഗഡ് പോലെയുള്ള ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുപോകണം. ഒരു ഗോത്രവർഗ വനവാസി ആണ്. അവർക്ക് മറ്റ് എക്സ്പോഷർ കുറവാണ്. ഇപ്പം നമ്മളെ കേരളത്തിൽ തന്നെ ഗോത്രവർഗ്ഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇടയിലുള്ള സംസ്കാരം വ്യത്യാസമാണ്. അവരുടെ ഇടയിൽ ഫോളോ ചെയ്യുന്ന ചില ആചാരങ്ങൾ, ചില നിയമങ്ങൾ അത് വ്യത്യാസമാണ്. അവിടെ ഒരു മൂപ്പനുണ്ട്. ആ മൂപ്പനാണ് അവിടുത്തെ അതോറിറ്റി, അല്ലാതെ അവിടെ ജുഡീഷ്യറി അല്ല. ഒരു മൂപ്പൻ. ആ മൂപ്പൻ്റെ കീഴിലാണ് ആ ഗോത്രവർഗം നിലനിൽക്കുന്നത്, അവരുടെ ആ ഡിസിപ്ലിൻ നിൽക്കുന്നത്. അത് നമ്മുടെ വനമേഖലയിലായാലും ഇന്നും പ്രശ്നമുള്ളതാണ്. ഈ ഗോത്രവർഗ്ഗങ്ങളും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പൊതുവേ സിറ്റിയിൽ പഠിച്ചവരും സിറ്റി സംസ്കാരമുള്ളവരുമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. ഗോത്രവർഗ്ഗക്കാരങ്ങനെയല്ല. അവർ ആ കാട്ടിൽ വളർന്നവർ, ആ ഒരു എൻവയറമെൻറ്റിൽ ജീവിച്ചവർ, അവരെയാണ് പെട്ടെന്ന് കാടിൻ്റെ സംസ്കാരം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗോത്രവിഭാഗത്തിനെ നമ്മളൊരു സിറ്റിയിൽ കൊണ്ടുവന്ന് ജോലിക്കാക്കിയാൽ, ഇന്ന് കേരളത്തിൽ ഞാൻ പലയിടത്തും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്, ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജോലിക്കാരിയായി വരുന്നു. പെൺകുട്ടി ഒരുപക്ഷെ പ്രായമായതായിരിക്കാം, 18 വയസ്സ് കഴിഞ്ഞതായിരിക്കാം. ആ വീട്ടിൽ ഒരു മകനുണ്ട്, അവനും പ്രായപൂർത്തിയായവനാണ്. അവൻ കിടന്ന് ഉറങ്ങുന്ന മുറിയിൽ അവനെ ഉണർത്തേണ്ട ജോലി, അവന് രാവിലെ ബെഡ് കോഫിയുമായി അവൻ്റെ മുറിയിൽ ചെന്ന് ഈ പെണ്ണ് ഉണർത്തണം. എന്ത് നീചമായ സംസ്കാരമാണ് മലയാളി ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് വീട്ടുജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഇനി ക്രിസ്ത്യൻ പള്ളിയായാലും ശരി, അതിന് മദ്രസയായാലും ശരി,
അത് വേറെ ഏതെങ്കിലും ഒരു മഠമായാലും ശരി, അതിനകത്ത് കുറേയൊക്കെ എന്താണ് മസിൽ പവർ ഉപയോഗമുണ്ട്. കാരണം ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു രീതിയിലേ അത് നടന്നു പോകൂ. അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള രീതിയിലൊന്നും ഇത് നടന്നു പോകില്ല. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ അത് ആ രീതിയിലേ അത് നടക്കും. അപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ കോടതിയാണ് പറയേണ്ടത്, അല്ലാതെ നമ്മൾ തെരുവിലല്ല. അത് രാഷ്ട്രീയക്കാരനല്ല തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയല്ല തീരുമാനിക്കേണ്ടത്. ഇത് കോടതി തീരുമാനിക്കണം. താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഈ FIRന്റെ കോപ്പി കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല? അതെ. ഈ FIR ഈ പറഞ്ഞതുപോലെ നമ്പർ കിട്ടിയാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെ. അതിന് വെബ്സൈറ്റിൽ എന്തായാലും ഉണ്ടാവും. ഇത്രയും സെൻസേഷണലായ ഒരു കേസായതുകൊണ്ട് തീർച്ചയായിട്ടും അവരത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരിക്കും. അതെ. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്തൊരു ഇരട്ടത്താപ്പില്ലേ? ഇത് ഞാൻ 2 സംഗതി കൂടെ പറയാം വളരെ പെട്ടെന്ന്. ഒന്ന്, മഹാരാഷ്ട്രയിൽ ഹിന്ദു സന്യാസിമാർ ഹൈവേ വഴി യാത്ര ചെയ്ത് പോയപ്പോൾ അവിടെ വെച്ച് അവരെ കൊലപ്പെടുത്തി. അതെ, തടയുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തി. പ്രശ്നം ഈ കേരളം ആളിക്കത്തിയോ? ഇല്ലല്ലോ. 2 സന്യാസിമാരുടെ പേരിൽ നാട്ടുകാർ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം അവരെ അക്യൂസ് ചെയ്ത് എന്താണ്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണ്. സിമിലർ കേസാണ് ഈ പറഞ്ഞതുമായിട്ട്. പക്ഷേ അവിടെ സത്യസന്ധതയില്ല, അവിടെ കുട്ടികളെ തട്ടിയിട്ടില്ല. അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരോപിച്ചു ഇവരെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണ് എന്ന് പറഞ്ഞു. വാഹനത്തിന് എന്തോ കേടുവന്നുകൊണ്ട് നിന്നതാണ്. രണ്ടാമതൊരു സംഗതി, ഇതേ ഛത്തീസ്ഗഡിൽ ഒന്ന് അവിടെ മതപരിവർത്തന നിരോധിതം നിയമം 1968 കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഗതി, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇതുപോലെ അവിടെ കേസെടുത്തിട്ടുണ്ട്. അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനി ഇന്നും ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ 30-ൽ പരം MLA-മാർ കോൺഗ്രസിലുണ്ട്. 35 MLA-മാരുണ്ട്. ഇവരാരും പ്രതിഷേധിക്കുന്നില്ല. അവിടുത്തെ അസംബ്ലിയിൽ ബഹളം ഉണ്ടാവുന്നില്ല. ഇത് പാർലമെന്റിൽ വന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്. അവരാരും ഈ കോടതിയുടെ പരിസരത്ത് പോലും വരുന്നില്ല. അവരെ കോടതിയിലോ വരുന്നില്ല. കാരണം നാട്ടുകാരെതിരാവും. അവിടുത്തെ നാട്ടുകാരെ അവരുടെ കൂടെ സൂചിപ്പിച്ച് നിർത്തിയാലേ നമുക്ക് വോട്ട് കിട്ടൂ എന്നറിയാവുന്ന കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഇതിലും മൗനം പാലിക്കുന്നത്. പ്രശ്നം കേരളത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇടതുപക്ഷ മറ്റു കോൺഗ്രസ് MP-മാർ ഇതിനെല്ലാം അടിസ്ഥാനപരമായി നമ്മൾ ഈ എന്ത് പറഞ്ഞാലും പറയില്ല, ഗവർണറുടെ പ്രശ്നം വന്നാലും ജനാധിപത്യമാണ്, അധികാര വികേന്ദ്രീകരണമാണ്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അല്ല, സെൻട്രൽ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന പട്ടാളത്തിനെയാണ്, അല്ലെങ്കിൽ BSF-നെയാണ്. അപ്പോൾ ലോക്കൽ പോലീസിനെ നിയന്ത്രിക്കേണ്ട ബാധ്യത അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റിലാണ് ഇതിൻ്റെ പ്രശ്നം ആദ്യം ചെലുത്തേണ്ടത്. അല്ലാതെ കേരള നിയമസഭയിൽ ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ടല്ല ഇത് തിരുത്തേണ്ടത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ധൈര്യസമേതം പറയാം, ഈ FIRന്റെ കോപ്പി ഒന്ന് പുറത്തു വിട്ടാൽ വളരെ നല്ലതായിരുന്നു. ഈ കല്ലും നെല്ലും അതോടെ തിരിയും. വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, കന്യാസ്ത്രീകൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, അവർ ചെയ്തിരിക്കുന്ന കുറ്റം പോലീസിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ അവർ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണെന്ന് അതോടെ വ്യക്തമാകും. പിന്നെ അതിനെ തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാമല്ലോ, നിയമത്തിൻ്റെ വഴി തേടാം. ഇതിന് പകരം ഈ പറഞ്ഞതുപോലെ വലിയ വിവാദമാക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ NIA കോടതിയിൽ കേസ് വരികയാണ്. അവിടെ എന്താണ് ഈ മനുഷ്യക്കടത്ത് ഉള്ളത് കൊണ്ടാണ് അത് NIAക്ക് കൈമാറിയിരിക്കുന്നത്. NIA കോടതിയിൽ കേസ് വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം. കോടതിയുടെ ഡിസിഷനിൽ പോയൊരു സംഗതി അത് കോടതി തീരുമാനം വരട്ടെ. അതാണ് അതിൻ്റെ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.